गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2024 ഡിസംബർ 8 മുതൽ 14 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, വൃശ്ചികം 23 മുതൽ 29 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ബുധനും രവിയും കർമ്മസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മൃഷ്ടാന ലാഭവും ശയനസുഖവും ഉണ്ടാകും. അമിതമായ ചെലവുകൾ ഉണ്ടാകും. സ്ഥാനഭ്രംശത്തിന് സാധ്യത കാണുന്നു. ബന്ധുഗുണം കുറയും. മനസുഖം കുറയും. സഞ്ചാരക്ലേശം ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം കലഹങ്ങൾക്ക് സാധ്യത. കർമ്മഗുണം കുറയും. ശത്രുശല്യം കുറയും. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ബുധനും രവിയും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ആലോചന കൂടാതെ ഒരു കാര്യത്തിലും ഏർപ്പെടരുത്. ബന്ധുഗുണം കുറയും. ഉന്നതന്മാരുടെ പ്രീതിക്ക് പാത്രമാകും. സർക്കാർ സംബന്ധമായ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്ത് ബുധനും രവിയും അഷ്ടമത്തിൽ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ തടസ്സത്തിന് സാധ്യതയുണ്ട്. കുടുംബസുഖം കുറയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം കുറയും. ധനപരമായി അത്ര നന്നായിരിക്കില്ല. പൂർവിക സമ്പത്ത് കൈമോശം വരാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം കുറയും. ജപധ്യാനാദികൾക്ക് മുടക്കം വരും. മനപ്രയാസം വർദ്ധിക്കും. ധനസ്ഥിതി മെച്ചപ്പെടും. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധ്യത കാണുന്നു. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ കുജനും പുത്രസ്ഥാനത്ത് ബുധനും രവിയും കളത്രസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡ വർദ്ധിക്കും. രക്തജന്യമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. ദാമ്പത്യ സൗഖ്യം കുറയും. യാത്രാഗുണം കാണുന്നു. കാര്യതടസ്സത്തിന് സാധ്യത. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും മന്ദതയും തന്മൂലം നിരാശയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്ത് ബുധനും രവിയും ശത്രുസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദുഷ്ചെലവുകൾ വർദ്ധിക്കും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും. സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കുകയില്ല. യാത്രാഗുണം പ്രതീക്ഷിക്കാം. അനുഭവഗുണം കുറയും. ശത്രുശല്യം വർദ്ധിക്കും. ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടതായി വരും. ദാമ്പത്യ ഗുണം കുറയും. വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ നേരിടേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് രവിയും ബുധനും പുത്രസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുക്കളുടെ ഉപദ്രവത്തിന് സാധ്യത ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. സഹോദര ഗുണം കുറയും. ഗൃഹവാഹനാദി സൗഖ്യവും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകും. സന്താന ഗുണം വർദ്ധിക്കും. അധികാര സ്ഥാനപ്രാപ്തി ഉണ്ടാകും. രോഗശാന്തിയും കാര്യവിജയവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യവും കുടുംബസുഖവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശ്രീരാമപ്രീതി വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും രവിയും സുഖസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മധുര വാക്കുകൾ കൊണ്ട് കാര്യസാധ്യം ഉണ്ടാകും. നയനരോഗങ്ങൾക്ക് സാധ്യത. ധനപരമായി കാലം അനുകൂലമല്ല. സന്താന ഗുണം വർദ്ധിക്കും. വാഹന ശയനസുഖം ഉണ്ടാകും. കോപം വർദ്ധിക്കും. ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കേണ്ടതായ സാഹചര്യം ഉണ്ടാവും. കർമ്മഗുണം കുറയും. ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും.
ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും രവിയും, സഹോദരസ്ഥാനത്ത് ശുക്രനും, സുഖസ്ഥാനത്ത് ശനിയും, കളത്രസ്ഥാനത്ത് വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത, വൃഥാസഞ്ചാരം വേണ്ടിവരും, ദേഹപീഡ, മനപ്രയാസം എന്നിവ അനുഭവിക്കേണ്ടതായി വരും. അപ്രതീക്ഷിതമായ ചില സന്തോഷ വാർത്തകൾ കേൾക്കാനിടവരും. ആജ്ഞാശക്തി വർദ്ധിക്കും. ഭാര്യയ്ക്ക് കഷ്ടതകൾ വർദ്ധിക്കും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. അർത്ഥലാഭമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ബുധനും രവിയും, ധനസ്ഥാനത്ത് ശുക്രനും, സഹോദരസ്ഥാനത്ത് ശനിയും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുശല്യവും രോഗവർദ്ധനവും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കേയില്ല. ആഡംബര വസ്തുക്കൾക്കായി ധനം വ്യയം ചെയ്യേണ്ടി വരും. അനുഭവഗുണം വർദ്ധിക്കും. സഹോദരഗുണവും കാര്യസിദ്ധിയും ഉണ്ടാകും. രക്തസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും, ധനസ്ഥാനത്ത് ശനിയും, പുത്രസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് കുജനും, ലാഭസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. അശന ശയന സുഖവും വിശേഷ വസ്ത്രലാഭവും ഉണ്ടാകും. നയനരോഗങ്ങൾക്ക് സാധ്യത. വിദ്യാതടസ്സം പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ കലഹത്തിന് സാധ്യത. ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം. പലവിധത്തിലുള്ള അഭിവൃദ്ധിയും മനസ്സന്തോഷവും ഉണ്ടാകും. കർമ്മപുഷ്ടി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും ഭദ്രകാളിപ്രീതിയും വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും, സുഖസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് കുജനും, കർമ്മസ്ഥാനത്ത് ബുധനും രവിയും, വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ പിരിഞ്ഞു നിൽക്കേണ്ടതായി വരും. ബന്ധുഗുണം കുറയും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമം ഉണ്ടാകും. ശത്രുക്കളെ ജയിക്കും. രോഗം കുറയും. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. കർമ്മ പുരോഗതി ഉണ്ടാകും. കർമ്മസ്ഥാനത്ത് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്ത്ര പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും, പുത്രസ്ഥാനത്ത് കുജനും, ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും, ലാഭസ്ഥാനത്ത് ശുക്രനും, വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും രോഗവർദ്ധനവും ഉണ്ടാകും. സന്താനഗുണം കുറയും. ഉപാസനാദി കാര്യങ്ങളിൽ താല്പര്യം കുറയും. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. മനപ്രയാസവും അപമാനവും നേരിടേണ്ടതായി വരും. അനുഭവഗുണം വർദ്ധിക്കും. അലച്ചിൽ, പ്രിയജനങ്ങൾക്ക് രോഗദുരിതങ്ങൾ എന്നിവ നേരിടേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക.